2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്ന ചില സൂചനകളുണ്ട്. ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾ നവീകരിക്കേണ്ടതുണ്ട്, ആധുനികമാകേണ്ടതുണ്ട് എന്ന പാഠം. രാജ്യത്തിൻ്റെ വളർച്ച റോഡുകളിലും ബഹുനില കെട്ടിടങ്ങളിലും GDP-യിലും മാത്രം ഒതുങ്ങുന്നില്ല എന്ന വലിയ സാമൂഹ്യ പാഠം. ഈ തെരഞ്ഞെടുപ്പിൽ ജനം പഠിപ്പിക്കുന്നത് അതാണ്. ജനാധിപത്യത്തിൻ്റെ കരുത്ത് ഒരിക്കൽ കൂടി തെളിഞ്ഞ തെരഞ്ഞെടുപ്പ്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലും പരാജയപ്പെട്ടെടുത്ത് സാധാരണ പൗരന്മാർ വിജയക്കൊടി പാറിച്ചിരിക്കുന്നു. ഞാനാണ് പാർട്ടി, ഞാനാണ് രാഷ്ട്രം എന്ന് പറയാതെ പറഞ്ഞ മോദിയുടെ തിളക്കം മങ്ങിയപ്പോൾ ഉയർന്നു വരുന്ന ഒരു മുഖമുണ്ട്, ഏറെ പരിഹാസങ്ങൾ ഏറ്റുവാങ്ങിയ രാഹുലിൻ്റെ മുഖം. എന്തുകൊണ്ടാണ് രാഹുലും പ്രിയങ്കയും ശശി തരൂരുമൊക്കെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രസക്തരാകുന്നത്? നേരത്തെ പറഞ്ഞ രാഷ്ട്രീയത്തിലെ ആധുനിക മുഖമാണിവർ. ഭൂരിപക്ഷം രാഷ്ട്രീയ നേതാക്കളും പാർട്ടികളും ആധുനിക കാലത്തിന് യോജിച്ചവരല്ല. മോദിയും കൂട്ടരും ചെയ്തതെന്താണ്? ഇന്ത്യയെ പിറകിലേക്ക് നടത്തിക്കാൻ ശ്രമിക്കുകയായിരുന്നില്ലേ? പച്ചയ്ക്ക് വർഗീയത പറഞ്ഞു, തികച്ചും സ്വകാര്യമാക്കേണ്ട വിശ്വാസത്തെ പോലും രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി ഉപയോഗിച്ചു. അതെല്ലാം ജനം തള്ളിക്കളഞ്ഞു. അതാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ചരിത്രപരമായ പ്രാധാന്യം. എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി പ്രസക്തനാകുന്നത്? ഭാരത് ജോഡോ യാത്ര രാഹുൽ എന്ന വ്യക്തിക്ക്, നേതാവിന് നൽകിയ ഊർജം ചെറുതല്ല. മുത്തച്ഛൻ്റെ പുസ്തകത്തിലെ പേര് പോലെ യാത്രയിലൂടെ രാഹുൽ ഇന്ത്യയെ കണ്ടെത്തുകയായിരുന്നു, ജീവിതം തൊട്ടറിയുകയായിരുന്നു, മാറിയ കാലത്തെ യുവത്വത്തെ, ഇന്ത്യയെ തിരിച്ചറിയുകയായിരുന്നു. ഭാരത് ജോഡോ യാത്രയ്ക്കെത്തിയ ജനക്കൂട്ടം രാഹുലിൻ്റെ താരപരിവേഷത്താൽ ആകർഷിച്ച് എത്തിയവരായിരുന്നില്ല, രാഹുൽ എന്ന നേതാവിനെ കാണാനെത്തിയവരായിരുന്നു. അതാണ് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത്. ഏറെ പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ടാണ് പ്രതിപക്ഷ പാർട്ടികൾ തെരഞ്ഞെടുപ്പിന് നേരിട്ടത്. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ മുണ്ടുമുറുക്കി ഉടുത്താണ് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയത്. BJP-യുടെ പണാധിപത്യത്തെ കൂടി ജനം തള്ളിക്കളഞ്ഞിരിക്കുന്നു. ഏറെ പരിഹാസങ്ങൾ ഏറ്റുവാങ്ങിയ നേതാവാണ് രാഹുൽ. പപ്പു എന്ന പരിഹാസ വിളി പോലും രാഹുൽ ചെറുചിരിയോടെയാണ് സ്വീകരിച്ചത്. എതിരാളികൾക്കെതിരെ വ്യക്തിഹത്യ നടത്തിയില്ല, വർഗീയത വിളമ്പിയില്ല. ജനങ്ങൾക്കൊപ്പം അവരിലൊരാളായി രാഹുൽ നടന്നു. അതിസുരക്ഷയിലും ജോഡോ യാത്രയ്ക്കിടെ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ രാഹുലിനെ കാണാൻ ഓടിയെത്തുന്നതും അവരെ ചേർത്ത് പിടിച്ച് രാഹുൽ മുന്നോട്ട് നടക്കുന്നതുമെല്ലാം സോഷ്യൽ മീഡിയയിൽ കണ്ടു പരിചയിച്ച രാഷ്ട്രീയക്കാരിൽ നിന്ന് വ്യത്യസ്തനായ ഒരാളെ രാഹുലിലൂടെ ഇന്ത്യ കണ്ടിട്ടുണ്ടാവും. ഒരു കാര്യം ഉറപ്പാണ്, ഇനി ആരും രാഹുലിനെ പപ്പു എന്ന് കളിയാക്കി വിളിക്കില്ല. ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് രാഹുൽ ഒളിച്ചോടുന്നു എന്ന ആക്ഷേപം കോൺഗ്രസിനുള്ളിൽ തന്നെ ഉയർന്നിരുന്നു. എന്നാൽ ഇനി അങ്ങനെ ആവില്ല എന്ന് തന്നെ കരുതാം. ഇന്ത്യയിലുടനീളം സഞ്ചരിച്ച് കോൺഗ്രസിന് ഉണർവ് നൽകിയത് രാഹുലും പ്രിയങ്കയുമാണ്. ഇന്ത്യ മുന്നണി പ്രതിപക്ഷത്തിരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. രാഹുൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും. രാഹുൽ മുന്നിൽ നിന്ന് നയിക്കണമെന്ന് തന്നെയാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. അത് രാഹുലും മനസ്സിലാക്കുന്നുണ്ടാവാം. കാരണം അയാൾക്കിപ്പോൾ ഇന്ത്യൻ ജനതയുടെ പൾസ് നന്നായി അറിയാം.